വന്യമൃഗഭീതിയിൽ വലയുകയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര മലയോര മേഖലയിലെ കർഷകർ. ആനയും പുലിയും കൂടാതെ കടുവയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. അടിയന്തരമായി വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. വെളിയിലിറങ്ങിയിട്ട് അവിടെ വന്നപ്പം പൂച്ച എൻ്റെ അടുത്ത് ഇപ്പുണ്ട്. ഈ പൂച്ച ചാടി ഇതിനെ കണ്ടോണ്ട് ഞാൻ നേരം പൂച്ച നോക്കിയപ്പോൾ അവിടെ സാധനം ഇങ്ങനെ നിൽപ്പുണ്ട്. മതിലേലിങ്ങനെ കയറി ഇങ്ങനെ തലയൊന്ന് പൊക്കി നിൽക്കുക. തലനാരിഴയ്ക്കാണ് കുമ്പളത്താമൺ സ്വദേശി സായുജ് കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഇത് പുതിയ സംഭവമല്ല. പുലിയും മാനയും കാട്ടുപോത്തും ഇവരുടെ സ്വൈര്യജീവിതം നശിപ്പിച്ചതാണ്. ഇവിടെ വരെ വന്നിങ്ങനെ ചവിട്ടിയിട്ട് നോക്കി എത്ര ദൂരമുണ്ട്. ഒരു തരത്തിലും പറ്റിയില്ല ജീവിക്കാൻ. ആനയുടെ ശല്യം. താഴെ ശാല റബ്ബർ ഉണ്ടായിരുന്നു, വെട്ടു തുടങ്ങിയതേ ഉള്ളൂ. അത് കണ്ടെല്ലാം പെടുത്തി വിട്ടിട്ടുണ്ട്. ഒരു തരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ആനയും പന്നിയും കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായി. വീടിന് തൊട്ടടുത്തുവരെ ആന എത്തുന്നു. ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വനംവകുപ്പ് ഒരുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾ ഇങ്ങനെ കമ്പിട്ട് ഓടിച്ചോണ്ട് 10 മണി ആയതേ ഉള്ളൂ. ഈ വാഴ കളഞ്ഞത് ഒറ്റ കുത്ത്. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ട് ഇവിടെ. അടുത്ത വീട്ടുകാരായല്ല ഞങ്ങൾ തന്നെ തെളിച്ച് കളഞ്ഞത്. ഞങ്ങൾക്ക് താമസിക്കണ്ടേ? കണ്ടില്ലേ, ഞങ്ങളുടെ വീടൊക്കെ കണ്ടില്ലേ? തൊട്ടടുത്ത് ഇല്ല. ബാധയെല്ലാം വെട്ടിക്കളഞ്ഞു ഞങ്ങളെ. വന്യജീവി ആക്രമണത്തിന് പരിഹാരമില്ലാതെ വന്നതോടെ കൃഷി ഉപേക്ഷിച്ചവർ നിരവധിയാണ്. സ്ഥിരമായിട്ട് വന്യജീവി ശല്യമുള്ള പ്രദേശമാണ്. എൻ്റെ മുറ്റത്ത് കയറി പുലി എൻ്റെ കിടാവിനെ പിടിച്ച് ഞാൻ പാതിരാത്രിക്ക് കിടാവിൻ്റെ അമർച്ച കേട്ടോണ്ട് വാക്കത്തിയായിട്ടെടുത്ത് അന്നേരത്തെ ഇതിന് ചാടി പുലി ഓടി. അതുകൊണ്ട് എനിക്കും അപകടം പറ്റിയില്ല. അതുപോലെ ഇവിടെ അടുത്ത റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്, മുക്കിഴി റബ്ബർ പ്ലാന്റേഷൻ. അവിടെ കയറി ഫാമിൽ കയറി കടുവ പോത്തിനെ പിടിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ മണപ്പാട്ട് രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ആടിനെ പിടിച്ചു, കൂട്ടിൽ കയറി. കൃഷിയൊന്നും നമുക്ക് ഒരു ദിവസം കിട്ടത്തില്ല. ഒരു കൃഷി ആന, കടുവ, കുരങ്ങ്, ഇത് 3 മെയിനായിട്ട്. ആന ഇപ്പം 4 സ്ഥലം വരുന്നുണ്ട് ആ കൈതക്കകത്ത്. വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ, നമുക്ക് ജീവിതമൊക്കെ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് സ്വകാര്യ വ്യക്തിയുടെ പോത്തിനെ വന്യജീവി ആക്രമിച്ചു കൊന്നത്. ആക്രമിച്ചത് കടുവ തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് എത്രയും വേഗം കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.